ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ് കേട്ടോ. രേണുസുതി ഇങ്ങനെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് റിയാക്ഷൻ ചെയ്യുന്നവർക്കൊന്നും ഒരു പാടുമില്ല. നമ്മളെ കുട്ടി കുട്ടി ചാനലുകൾക്കും വിഷയങ്ങൾക്ക് ദാരിദ്ര്യമൊന്നുമില്ല, എന്തായാലും രേണുസുതി ഉള്ളത് കൊണ്ട്. ഇപ്പോൾ പുതിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് രേണുസുതി. അതായത് തെറിവിളി. എനിക്ക് തോന്നുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തുടങ്ങാം. അതിൽ ഇടയ്ക്ക് വെച്ചിട്ടൊരു പാട്ടും ഒരു ഡാൻസും വെച്ചിട്ട് ഒരു ട്യൂഷൻ സെൻ്ററൊക്കെ തുടങ്ങുന്നൊക്കെയുള്ള വിവാദങ്ങളായിരുന്നു എന്നുവെച്ചാൽ ആളുകൾ കളിയായിക്കൊണ്ടിരുന്നത്. ഒരേ ഒരു ഡാൻസ് അറിയാം, ഒരേ ഒരു പാട്ടും അറിയാം, അത് വെച്ച് എല്ലാ സ്റ്റേജിലും കയറി അലക്കലായിരുന്നു രേണുവിൻ്റെ പദ്ധതി. പക്ഷേ ഇപ്പം അതിൽ നിന്ന് മാറി ഇപ്പം ആരെന്ത് ചോദിച്ചാലും തെറിവിളിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ 2K കിഡ്സൊക്കെ തെറി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളെ സംബോധന ചെയ്യുന്നത് പോലെയാണ് രേണുവിൻ്റെ ഒരു രീതി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനും ഇപ്പോഴത്തെ 2K ആണ്. നമ്മൾ പൂക്കി ബോയ് പൂക്കികൾ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ രേണു അവരെ ആകാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമില്ലായകയില്ല. എന്തായാലും നമ്മൾ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, അതിന് പേര് മറന്നു ഇവിടെ. അങ്ങനെ രേണുവിൻ്റെ ഫേസ്ബുക്ക് പേജൊക്കെ അടിച്ചുപോയ കാര്യം ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. ആദ്യം ഹാക്ക് ചെയ്യപ്പെട്ടു, ഇപ്പോൾ പേജ് തന്നെ കാണാനില്ല. അതുപോലെ തന്നെ രേണുവിന് ദുഃഖങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിലേക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് കമ്മിറ്റ് ചെയ്ത ആൽബങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിദേശ ബന്ധങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. കാര്യം ഷെഫീന ബീവി അതിൻ്റെ പുറകിൽ തന്നെയുണ്ട്. അതിൻ്റെ തെളിവുകളുമായിട്ട് രംഗത്ത് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്തവരിൽ പലരും ഇപ്പോൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേണുവിനെ ഒരു ഷോർട്സിൽ കാണാനിടയായി. ഞാൻ ഇനി എന്തോ നിക്കറിട്ട് നടക്കുമെന്നോ അങ്ങനെയൊക്കെ എന്തോ ഒരു ഷോർട്സൊക്കെ, ഇനി പഴയ ഷോർട്സ് വീണ്ടും കയറി വന്നതെന്ന് അറിയത്തില്ല. ഞാൻ നിക്കറിടും, ഇനി ഞാൻ എല്ലായിടവും നിക്കറിട്ടുകൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നതായിട്ട്. അതിനിടയ്ക്ക് ശ്രദ്ധിക്കാനിടയായ വേറൊരു കാര്യമുണ്ട്. രേണു ഒരു ബ്ലൂ ടീഷർട്ടാണോ ഒരു ഡ്രസ്സും ഒരു ബ്ലാക്ക് സ്കേർട്ടും ഇട്ടിട്ടൊരു ഇതിലെ സമയത്ത് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ആദിവാസി ലുക്കോ? ഈ ആദിവാസി എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള കാര്യമാണോ? നമ്മൾ അംഗീകരിക്കുന്നതാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിനെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ ആരെയും ആക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കാലഘട്ടം മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിദ്യാസമ്പന്നരായി നല്ല ജോലികളിൽ ഇരിക്കുന്ന ഒരു വിഭാഗമാണത്. അവരെയൊന്നും ഒരിക്കലും രേണുസുതിയെ വെച്ച് പറയേണ്ട കാര്യമില്ല. അവരൊക്കെ എത്രയോ മേലാണ്. അവരുടെ ലുക്കിന് എന്താണ് കുഴപ്പം? ആ ഓൺലൈൻ മീഡിയക്കാരനോടാണ് എൻ്റെ ചോദ്യം. എന്താണ് അവരുടെ ലുക്കിനുള്ള കുഴപ്പം? അവരുടേതായ തനതായ വേഷം, അവർ പണ്ട് കാലത്തുള്ള ട്രൈബ്സിൻ്റെ വേഷത്തിലൊന്നും അല്ല അവരിപ്പോൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ വേഷവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കേരളീയ സമൂഹത്തിലുള്ള ആളുകളും എങ്ങനെയാണോ നടക്കുന്നത്, അതുപോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ലുക്കോ സ്റ്റൈലോ ഒന്നുമില്ല. അത് വളരെ മോശകരമായ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ത് അർത്ഥത്തിലാണ് ആ ഒരു അർത്ഥത്തിൽ സംസാരിച്ചത്? അത്ര വൃത്തികെട്ട എന്ത് ലുക്കാണ് ആദിവാസിക്ക്? എന്ത് ലുക്കാണുള്ളത്? എന്ത് പ്രത്യേകതയാണുള്ളത്? അവരും മനുഷ്യരാണ്, അവരെ മനസ്സിലാക്കണം. അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്വാളിഫിക്കേഷനൊക്കെ നേടി നല്ല ജോലികളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. എത്രയോ പേര് ഡോക്ടേഴ്സ്, കളക്ടർ ഒക്കെ ആയിട്ടുള്ള എത്രയോ വീഡിയോസൊക്കെ പുറത്തു വരുന്നുണ്ട്. നിങ്ങളതൊന്നും കാണുന്നില്ലേ? രേണുസുതിയെ പോലുള്ളൊരു സ്ത്രീയെ പറഞ്ഞത്, രേണുവിനെ അവളെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ ഇട്ട് വിളിക്കുക. അവൾ സ്വന്തം ലൈഫ് വെച്ച് കാശുണ്ടാക്കാൻ നോക്കുന്ന വ്യക്തിയാണ്. കാര്യം ജീവിക്കാൻ വേണ്ടി, രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി ഒരമ്മ കഷ്ടപ്പെടുന്നതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അവളുടെ ഒരു രീതികൾ കാണുമ്പം. പക്ഷേ അവൾ ഇനി തിരിച്ച് കിട്ടുമെന്നൊന്നും കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. പോയി കഴിഞ്ഞു. നമ്മുടെ ഷെഫീന ബീവി പ്രതികരിക്കുന്ന പോലെ തന്നെ ആളുകൾ പ്രതികരിക്കണം. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു രീതിയാണ്. കാര്യം നമുക്ക് പോലും അപമാനമാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ രേണുസുതിയുടെ ഒരു തമ്പനയിലിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിക്ക് വെച്ചപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എന്തിനാ ചേച്ചി ആ ഒരു ഫോട്ടോ വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് നാണക്കേടല്ലേ? അവളങ്ങനെയാണെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. കാര്യം നമുക്ക് നാണക്കേട്, നമ്മൾ ആ ഫോട്ടോ വെക്കുന്ന സമയത്ത് നമുക്ക് നാണക്കേടാണ്. അത്ര വൃത്തികെട്ട രീതിയിലാണ് അവൾ എക്സ്പോസ് ചെയ്യുന്നത്. എന്നിട്ട് അവളൊരു വീഡിയോ ഷോർട്സ് കണ്ടായിരുന്നു. അവളുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി പെയ്ഡ് എടുത്തിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കാക്കിയെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക രംഭയല്ലേ, ഇതൊക്കെ എടുത്ത് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം
ഒരു മോശ സ്ത്രീയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രേണു. അവസ്ഥ കൊണ്ട് അങ്ങനെ ആയിപ്പോയതല്ല രേണു മനഃപൂർവ്വം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല 10 കാശ് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ്. സത്യം രേണുവിനെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ മക്കളും സഹോദരിമാരും അല്ലെങ്കിൽ മാതാപിതാക്കളും ഒക്കെ ഇല്ലേ, അവരെയൊക്കെ ചിന്തിക്കുക. ഈ രേണുവിൻ്റെ ഈ കോപ്രായങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടല്ലോ, അവരോടാണ് സത്യം പറഞ്ഞാൽ 4 വാക്ക് ചോദിക്കേണ്ടത്. ഒരു ആൺകുഞ്ഞ് വളർന്നു വരുന്നുണ്ട്, അവൻ നാളെ ഏത് അവസ്ഥയിൽ എത്തപ്പെടും ഇങ്ങനൊരു അമ്മയുടെ മകനായി ജനിച്ചു കഴിഞ്ഞാൽ? ഞാനൊരു നിമിഷയുടെ ഒരു വീഡിയോ കാണാനിടയുണ്ട്, ഒരു ഇൻ്റർവ്യൂ. അതിനകത്ത് പറയുന്നുണ്ട് എന്താ അവരെന്താ കൈ പൊക്കി തലയൊക്കെ ചൊറിഞ്ഞാൽ തന്നെ അവരുടെ പറയണ്ട അതിന് പോലും ആളുകൾ മൂടാക്കി എന്ന് പറയും. ആ ഒരു ഇതിലേക്ക് ഇപ്പം നിമിഷ ബൈജുവിനെയൊക്കെ കടത്തി വെട്ടാൻ പറ്റിയ രീതിയിലാണ് രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നുള്ള രീതി വിളിച്ച് കാണിച്ച് എക്സ്പോസ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷനിലൂടെ കാശുണ്ടാക്കുക, ഇതുപോലുള്ള ഓൺലൈൻ മീഡിയാസിൽ ആൽബവും റീൽസും ഒക്കെ ചെയ്ത് കാശുണ്ടാക്കുക. വളർന്നു വരുന്ന ഒരു ആൺകുട്ടി ഉണ്ടെന്നോ തനിക്കും അച്ഛനും അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് പുറത്തിറങ്ങണം എന്നൊക്കെ ഒരു ചിന്ത വേണം. രേണുവിൻ്റെ വിചാരം രേണുവിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ആളുകളൊക്കെ ഇതിനെയൊക്കെ വിളിക്കുന്നതാണ്. രേണു എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആണ് എന്നും രേണു വന്നാൽ 10 ആൾ കൂടുമെന്നും നെഗറ്റീവിൻ്റെ പേരിൽ 10 കമൻറ്റ് വരും, 10 ലൈക്ക് വരും, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയാലും വരും, അത് ഷെയർ ചെയ്യപ്പെടും. അപ്പോഴത്തേക്കിന് ആളുകൾ എയറിലാവും. നെഗറ്റീവിലൂടെ എയറിലാവും, അല്ലെങ്കിൽ അവർ വൈറലാവും. എന്തെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ബിസിനസ് മൈൻഡ് അവിടെ ഉണ്ട്. അല്ലാതെ രേണുവിൻ്റെ സൗന്ദര്യം കണ്ട് അങ്ങ് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ രേണുവിനെ ഇങ്ങനെ ആൽബംസിലും റീൽസിലും ഒക്കെ വിളിക്കുന്നത്. രേണു എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവാണെന്നും 10 ആളെടുത്ത് റിയാക്ട് ചെയ്യുമെന്നും 4 പേരത് കാണുമെന്നും നല്ല വ്യൂസ് കിട്ടുമെന്നും ഒരു പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. ആ ഒറ്റ ബിസിനസ് മൈൻഡിലൂടെയാണ് എല്ലാവരും രേണുവിനെ നോക്കുന്നത്. പക്ഷെ രേണു വിചാരിക്കുന്ന എൻ്റെ സൗന്ദര്യം പുറത്ത് ഒഴുകി കിടക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എന്നെ വിളിക്കുന്നതെന്നാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ. എന്തായാലും ഒരു മനുഷ്യൻ്റെ ഒരു കലാകാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതം മരണം വരെ അദ്ദേഹത്തിനെ ആളുകൾ ആക്ഷേപിച്ചിട്ടില്ലെങ്കിലും മരണത്തിന് ശേഷം കുറച്ച് നാൾ സിമ്പതിയുടെ പേരിൽ എല്ലാവരും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി. പിന്നീട് ഇപ്പോൾ രേണു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കുഴിമാടത്തിൽ പോലും ഒരു സ്വസ്ഥതയില്ലാതെ കിടക്കുന്നൊരു വ്യക്തിയായിരിക്കും. എന്തെല്ലാം കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേക്കിന് സുധിച്ചേട്ടൻ്റെ ഷർട്ട് എടുത്ത് കെട്ടിപ്പിടിച്ച് എൻ്റെ സുധിച്ചേട്ടാന്നൊരു വിളിയുണ്ട് എന്തായാലും രേണുവിൻ്റെ. എന്തായാലും രേണുവിനൊരു മാറ്റവും വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും രേണുവിനെക്കുറിച്ചുള്ള വീഡിയോസും വിശേഷങ്ങളും വരും ദിവസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. FB പേജ് പോയി എന്ന് പറയുന്നുണ്ട്, പുതിയൊരു FB പേജ് തുടങ്ങുന്നുണ്ട്. അതിലെന്തായാലും ഇതിന് ഇരട്ടി ഫോളോവേഴ്സ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസ്റ്റാഗ്രാമിലും മറ്റുമായിട്ടൊക്കെ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കുന്ന അറിയാൻ സാധിച്ചു. എന്തായാലും അവർ വെച്ച് തന്ന വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കൊടുക്കും എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കി വീഡിയോസൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ. സീ യു.